പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം അങ്ങനെ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പൂരങ്ങളുടെ പൂരം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എയർപോർട്ടിലും അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് മിക്ക ഇൻ്റർവ്യൂവിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ എം കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് പൂരം എന്നാണ് പറയുക. അതായത് പൂരങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ തൃശ്ശൂർ ദി ലാൻഡ് ഓഫ് പൂരം എന്ന് പറയുന്നത്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വെടിക്കെട്ട് കാണാനാട്ടോ. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ വെടിക്കെട്ട് കാണാൻ പോവും. പക്ഷെ ഈ വട്ടത്തെ കുറേ നാൾക്ക് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടാമത് പൊട്ടി വെടിക്കെട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂരം കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ പൂരം ഒരു ഞായറാഴ്ച വന്നിരുന്നെങ്കിൽ ജോലിക്കാർക്കൊക്കെ സുഖമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അതുപോലെ തന്നെ 2026 നമ്മുടെ തൃശ്ശൂർ പൂരം ഒരു ഞായറാഴ്ചയാണ്. ഇതിനോടകം എനിക്ക് നന്ദി പറയാനുള്ളത് ഇതിൻ്റെ പോലീസുകാരനോടാണ്. പോലീസുകാർ നിങ്ങൾക്ക് കാണാം അത്രയധികം രീതിയിലാണ് കൺട്രോൾ ചെയ്തിരുന്ന ഓരോരോ കാര്യങ്ങളും അവർ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തു. അല്ല എപ്പോഴും തന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തു. ഇപ്പം നിങ്ങൾ കാണാതെ ആ വെടിക്കെട്ട് പൊട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്കും വീടുകളിലേക്കും ജോലികളിലേക്കും പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും 2026 തൃശ്ശൂർ പൂരത്തിനെ കാണാട്ടോ.